ഹലോ ഗൈസ്, എല്ലാവർക്കും കാവ്യ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഇൻഷോട്ട് ആപ്ലിക്കേഷനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കുറേ പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് നമ്മളോട് പറഞ്ഞു ഇതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വീട്ടമ്മമാരാണ് നമ്മുടെ യൂട്യൂബ് കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ അവർക്ക് ഇപ്പം എഡിറ്റിങ്ങിനെക്കുറിച്ച് നല്ല ഒരു അറിവില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അവരിങ്ങനെ സംശയം ചോദിക്കും, അതെങ്ങനെയായിരുന്നു ഇതെങ്ങനെയായിരുന്നു എനിക്കറിയില്ല മോളെ എന്നുള്ള ഒരു ഇത് കാരണമാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എങ്കിലും ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. ഞാൻ ഇതിന് മുന്നേയും ഇൻഷോട്ട് ആപ്ലിക്കേഷനെക്കുറിച്ച് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് മനസ്സിലായോ ഇല്ലയോ എന്നറിയത്തില്ല. പക്ഷേ നമ്മുടെ അതായത് മനസ്സിലാകാത്തവരെ എന്താണ് മനസ്സിലാകാത്തതെന്നും കൂടെ പറഞ്ഞു തരുമ്പോഴത്തേന് നമുക്ക് വീഡിയോയിൽ അതൊക്കെ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നല്ല കമൻറ്റ്സ് അറിയിക്കണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനൊരു സ്ക്രീൻ റെക്കോർഡായിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫുള്ള് കാണുക, ഫുള്ള് A to Z കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. ആദ്യം കണ്ട് ഇത് ഇത്ര ലെങ്ത് ആണോ എന്ന് ചോദിച്ചിട്ട് ഓടിച്ചോടിച്ച് വിട്ടാൽ ഒന്നും മനസ്സിലാവത്തില്ല. ഞാൻ ചെറിയൊരു മൈന്യൂട്ട് കാര്യം വരെ ഞാൻ പറഞ്ഞു തന്ന് ചെയ്ത ഒരു വീഡിയോ ആണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഇട്ട് കയറി വരിക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ആക്കി ആദ്യം തന്നെ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോ ഉണ്ട്, നമ്മൾ ഫോട്ടോസ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്, കൊളാജ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ ലാസ്റ്റ് വൺ കൊളാജ് എന്ന് പറയുന്നത് 2, 3 ഫോട്ടോസ് 4, 5 ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഒറ്റ ഫ്രെയിമിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ സ്ക്വയറിലോ ട്രയാങ്കിളിലോ എങ്ങനെയൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ആക്കാം, വീഡിയോ ഓപ്പൺ ആക്കാം. എങ്ങനെയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഞാനിവിടെ നേരത്തെ ചെയ്തു വെച്ച ഡ്രാഫ്റ്റിൽ കിടക്കുന്നതൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. നമുക്ക് പുതിയ ഒരെണ്ണം ചെയ്യാനായിട്ട് നമുക്ക് ന്യൂ കൊടുക്കാം. ന്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ ഗാലറിയിലോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് നമുക്കൊരു വീഡിയോ എടുക്കാവേ. ഞാൻ ഇവിടുന്ന് ഏത് വീഡിയോ, ഈ ഒരു കായലിൻ്റെ വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സൗണ്ട് കുറച്ചു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ക്യാൻവാസ് ആണ് കാണുന്നത്. ക്യാൻവാസ് എടുത്തു കഴിയുമ്പോഴത്തേന് നമുക്ക് കുറേയധികം ഓപ്ഷൻസ് കിടപ്പുണ്ട്. നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലോട്ടാണോ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് വേണം നമ്മൾ ക്യാൻവാസ് എടുക്കാനായിട്ട്. ഇതിൽ നമുക്ക് സൂം ചെയ്തും കുറയ്ക്കാനും ഒക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ യൂട്യൂബിലോട്ട് ഇടാനായിട്ടാണ് ഞാൻ വീഡിയോസ് തയ്യാറാക്കുന്നതെങ്കിൽ ഈ 60:9 ഇതാണ് റേഷ്യോ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ റേഷ്യോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയും അതിൽ പല ഓപ്ഷൻസ് കിടപ്പുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോട്ടാണോ ഫേസ്ബുക്കിലോട്ടാണോ ടിക്ടോക്കിലോട്ടാണോ അങ്ങനെ കുറേ റേഷ്യോസും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് നമ്മൾ സൂം ആക്കുകയോ എങ്ങനെ ആക്കുകയോ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ യൂട്യൂബിലേക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ അടുത്ത കിടക്കുന്നത് ഓഡിയോ ആണ്. നമുക്ക് ഓഡിയോ എടുക്കാം. ഓഡിയോ എടുക്കുമ്പോഴത്തേന് പലർക്കും അറിയത്തില്ല ഇതെങ്ങനെ മ്യൂസിക് ആഡ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇനി മ്യൂസിക് ആഡ് ചെയ്താൽ തന്നെ സൗണ്ട് എങ്ങനെ കുറയ്ക്കേണ്ടതെന്ന് അറിയത്തില്ല. ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ആദ്യം കിടക്കുന്ന മ്യൂസിക്, അത് കഴിഞ്ഞ് എഫക്റ്റ് കിടപ്പുണ്ട്, റെക്കോർഡ് കിടപ്പുണ്ട്, AI സ്പീച്ച് കിടപ്പുണ്ട്. ഇൻഷോട്ടിൽ നമ്മൾ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാമിലോട്ടായാലും ഏതിലോട്ട് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞു തരുന്നുള്ളൂ. അപ്പോൾ മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കിടക്കുന്ന വീഡിയോയ്ക്ക് ഒരു മ്യൂസിക് ആഡ് ചെയ്യാം. അപ്പം നമ്മൾ മ്യൂസിക് ഓപ്പൺ ആക്കി. ഇത് നമ്മുടെ ഈ ഇൻഷോട്ടിൽ തന്നെ കിടക്കുന്ന സൗണ്ടും മ്യൂസിക്കും ഒക്കെയാണ്. ഈ ഫീച്ചേഴ്സിൻ്റെ അകത്താണ് നമുക്ക് ഇതൊക്കെ കിടക്കുന്നത്. ഇനി മൈ മ്യൂസിക് ഉണ്ട്, എഫക്റ്റ് ഉണ്ട്. എഫക്റ്റിൻ്റെ അകത്ത് നമുക്ക് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു കീബോർഡിൻ്റെ സൗണ്ട് വേണമെങ്കിലൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഇതൊക്കെ ഉണ്ട്, ഓപ്ഷൻസ് ഒക്കെ ഇഷ്ടം കൂട്ടുണ്ട്. നമ്മൾ ഈ സോഷ്യൽ എന്ന് പറയുന്ന ഓപ്ഷൻസ് എടുത്തു കഴിയുമ്പോഴാണ് നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യങ്ങളും ഒക്കെ കൂടുതൽ അതിലാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ബെല്ലൊക്കെ നമ്മളൊരു ബെല്ലടിക്കണമെന്നൊക്കെ പറയുകയാണെങ്കിൽ ബെൽ കേട്ടോ. ഇപ്പോൾ ബെല്ലടിക്കണമെങ്കിൽ ഇനി ടൈപ്പ് ചെയ്യുന്ന അത് മൗസിൻ്റേത് കീബോർഡിൻ്റെ ഒക്കെ കിടപ്പുണ്ട് ഇവിടെയൊക്കെ. അപ്പം അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ഫീച്ചർ എടുത്തിട്ട് നമ്മൾ എന്താ കായലിൻ്റെ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ നമ്മൾ
സെലക്ട് ചെയ്ത് കൊടുക്കണം. ഹോട്ട് വേണോ, ചില്ല് വേണോ, ഹാപ്പി വേണോ, റൊമാൻറ്റിക് വേണോ, ഡൈനാമിക് വേണോ, സാഡ് വേണോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. നമുക്ക് ചില്ലെടുക്കാം. ചില്ലിൻ്റെ അകത്ത് ഒരു മ്യൂസിക് ഞാൻ എടുത്തു. ഈ ഒരു മ്യൂസിക് എടുത്തു. അപ്പോൾ അത് പ്ലസ് ഞെക്കി കഴിഞ്ഞാൽ കണ്ടോ, വീഡിയോയുടെ മുകളിൽ തന്നെ നമുക്ക് ആ മ്യൂസിക് വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ വരെയുള്ളൂ വീഡിയോ എന്നുണ്ടെങ്കിൽ ഇവിടെ വരെയുള്ളൂ മ്യൂസിക്. അപ്പം നമ്മൾ ഈ ഭാഗത്ത് വന്നിട്ട് എന്ത് ചെയ്യണം, ഇത് വേണ്ട ഇപ്പുറത്തോട്ട് മാറിയിട്ട് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സ്പ്ലിറ്റ് ഞെക്കി കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റ് ആയി. ഇനി ഏത് ഭാഗത്തോട്ടാണോ ഈ വൈറ്റ് ഈ സ്ക്വയർ ഉള്ളത് അത് ഡിലീറ്റ് ആയി. ഇപ്പോൾ ഡിലീറ്റ് അടിച്ചാൽ അപ്പം നമുക്ക് ഈ ഭാഗമല്ലേ കട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തോട്ട് വൈറ്റ് എടുത്തിട്ട് നമുക്ക് ഡിലീറ്റ് അടിക്കാം. അപ്പം അത്രയും ഭാഗത്തോട്ട് മാത്രം പാട്ടാവും. അപ്പോൾ അതേ കേട്ടോളൂ. കണ്ടോ, ഞാൻ ആ പാട്ടിട്ടിട്ടുണ്ട്. ഇനി ഇത് ക്ലിക്ക് കൊടുക്കാം. ഇനി ഒരാൾ സംശയം ചോദിച്ചായിരുന്നു, ഈ പാട്ടിൽ എങ്ങനെ സൗണ്ട് കുറയ്ക്കേണ്ടതെന്ന്. ഈ വൈറ്റ് സ്ക്വയർ അതിലോട്ട് എടുത്തിട്ട്, അതായത് ഇത് സെലക്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വോളിയം എന്ന് പറയുന്നുണ്ട് തൊട്ട് മുകളിൽ. വോളിയം ഉണ്ട്, എഡിറ്റ് ഉണ്ട്, സ്പ്ലിറ്റ് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്. നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്യുന്നോ അതെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിത് വോളിയം കുറയ്ക്കാം. ഇപ്പം നമ്മൾ വോയിസ് ഓവർ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ രീതിയിൽ സൗണ്ട് മതിയെന്നുണ്ടെങ്കിൽ ഒരു 3 5 ഒക്കെ ഇട്ടാൽ മതി. നമ്മുടെ പാട്ടിൻ്റെ ഒരു ഇത് അനുസരിച്ചിരിക്കും നമ്മൾ പറയുന്നതൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ. ഞാനൊരു 3 4 5 ഒക്കെ ആയിരിക്കും ഇടുന്നത്. കിടക്കട്ടെ, ഒരു 9 ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മെല്ലെ കേൾക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ വോയിസ് ഓവർ കൊടുത്താൽ നമ്മുടെ വോയിസ് ഓവർ എഫക്റ്റ് ചെയ്ത് നിൽക്കും. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ചെറിയ രീതിയിൽ കേൾക്കുകയും ചെയ്യും. അതാണ് ഞാൻ ഒരു സബ്സ്ക്രൈബർ ഡൗട്ട് ചോദിച്ചതിനാണ് ഞാനിപ്പം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം മ്യൂസിക് ഇടുന്നത് നമുക്ക് മനസ്സിലായി, സ്പ്ലിറ്റ് ചെയ്യുന്നത് മനസ്സിലായി, ഈ വോളിയം കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ മനസ്സിലായി. ഇനിയും എഫക്റ്റ് എന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ പോലെയാണ് എഫക്റ്റ്. ഞാൻ അതിൽ കാണിച്ചു തന്നിട്ടിരുന്നു എഫക്റ്റ് ഇടുന്നത്. ഇപ്പം ഞാനാണെങ്കിൽ ഹൊറർ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടുമ്പോഴത്തേന് ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ആനിമൽസിൻ്റെ എടുക്കും ചിലപ്പം. ഇതിൽ നമുക്ക് ഹൊറർ എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ടല്ലോ. ഇപ്പം കാണുന്നില്ലല്ലോ. ഇത് കണ്ടോ, ഹൊറർ. ഞാൻ ഹൊറർ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോഴത്തേന് ഇതിൽ ഹൊറർ എന്ന് പറയുന്ന സംഭവം ഉണ്ടോ, കണ്ടോ. എന്നിട്ട് ഇത് പ്ലസ് ചെയ്ത് വിട്ടാൽ നമുക്കങ്ങനെ ഹൊറർ എഫക്റ്റും കാര്യങ്ങളും ഒക്കെ കിട്ടും. അങ്ങനെയൊക്കെ ഇത് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ഗെയിം ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഇടണം. അപ്പോൾ ഇതൊക്കെയാണ് മ്യൂസിക് എന്ന് പറയുന്നത്. ഇനി ഞാൻ അതിലോട്ട് നിന്നാൽ ഒത്തിരി വലിച്ചു നീട്ടിപ്പോകും, അതുകൊണ്ട് അത് പറയുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് റെക്കോർഡ് നമുക്കറിയാലോ. ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡാവും. നമ്മൾ പറയുന്നതൊക്കെ റെക്കോർഡാകും. ഓക്കെ, ഇത് ഓഫാക്കാം. പിന്നെ നമുക്ക് പറയാനുള്ളത് ഓർത്ത് വെച്ചിട്ട് വീണ്ടും ഞെക്കിയിട്ട് അങ്ങനെ ഓണാക്കുക. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞു. AI സ്പീച്ചിൻ്റെ ഒരു ആവശ്യമില്ല, നമ്മളതൊക്കെ കളഞ്ഞു. ഇനി സ്റ്റിക്കേഴ്സ്. പലരും ചോദിക്കും, നമ്മൾ തമ്പനെയിലൊക്കെ എടുക്കുമ്പോഴത്തേന് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള. അത് നമ്മൾ ഫോട്ടോസ് ഞാൻ തമ്പനെയിൽ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ഒരെണ്ണം ഇടാവേ. ഇപ്പോൾ നമ്മൾ സ്റ്റിക്കേഴ്സ് എടുക്കുക. സ്റ്റിക്കേഴ്സിൽ ഇവിടെ കുറേ ഇമോജീസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇനി നമ്മുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് വല്ലതും ഇത് കണ്ട്, ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കുന്ന സ്റ്റിക്കേഴ്സാണ്. ഗാലറിയിൽ നിന്ന് വല്ല സ്റ്റിക്കർ നമ്മൾ ഈ പോർഷനിലോട്ട് ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ തലയുടെ ചിഹ്നം പോലത്തെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് എൻ്റെ ചേട്ടൻ്റെ ഒരു പിക്ക് ഇതേ എടുത്തു. ഇതിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഭാഗം ഒന്നും കാണാതെ തന്നെ കിട്ടും. കാണിച്ചു തരാവേ. കണ്ട് ഇങ്ങനൊരു പിക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനൊരു പിക്ക് കിട്ടും. ഇനി ഈ പിക്ക് നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഒരു ഓപ്ഷൻ കണ്ടോ, ഈ ഓപ്ഷൻ, ഈ നടുക്കത്തെ ഓപ്ഷൻ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കണ്ടോ, അതിൻ്റെ അതായത് ക്ലാരിറ്റി നമുക്ക് കുറയ്ക്കാനായിട്ടും ഒക്കെ പറ്റും. നമുക്ക് ചെറിയൊരു ഷെയ്ഡിൽ ഇങ്ങനെ കാണിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ പറ്റും കേട്ടോ. അപ്പം ഞാനിത് വലുതായി തന്നെ കിടന്നോട്ടെ, അതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമുക്കത് ഇങ്ങനെ എഫക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കാനായിട്ടൊക്കെയാണ്. ഇതൊരു ആനിമേഷൻ ടൂളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആനിമേഷൻ ടൂൾ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം. ഓക്കെ, അപ്പോൾ അതത്രേ ഉള്ളൂ. ഇത് കണ്ടോണേ. കണ്ടോ, ഇപ്പം ഞാൻ ചെയ്തപ്പോൾ വന്നത് കണ്ടോ. ഇങ്ങനെയാണ് ഓരോ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങോട്ട് ലെങ്ത് ഇങ്ങനെ കൂട്ടി കൊടുക്കുക. ഇത് ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലെങ്ത് കൂട്ടി കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ നമുക്ക് ലെങ്ത് കൂട്ടി കൊടുക്കാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് നമുക്ക് എങ്ങനെ വേണേലും നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇനി ഇവിടെ കളറ് മാറ്റണമെന്നുണ്ടെങ്കിൽ താഴോട്ട് നോക്കിയാൽ ഇങ്ങനെ കുറേ ഇത് കാണാം. അല്ലെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് ഉണ്ട്, ബോർഡർ ഉണ്ട്, ഷാഡോ ഉണ്ട്, ഗ്ലോ, ലേബിൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കിടപ്പുണ്ട്.
ഇതിൽ ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. കണ്ടോ? ഇനിയിപ്പോൾ ഞാൻ ഒരു റെഡ് കൊടുത്തു. അതിൻ്റെ ബോർഡർ, അതായത് ഇതിൻ്റെ ഈ എഴുതി വെച്ചേക്കുന്നതിൻ്റെ ബോർഡർ നമുക്ക് വേറെ കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബോർഡറിൽ ഞെക്കിയിട്ട് ഒരു ബ്ലാക്ക് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ബോർഡർ മാത്രം ബ്ലാക്ക് ആയി. ഇനി അതിനൊരു ഷാഡോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഷാഡോ ഒക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഗ്ലോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗ്ലോ ആണെങ്കിൽ ഇത് ഇതുപോലെ വരും. ഇനി ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഇനി ലേബൽ വേണമെങ്കിൽ നമുക്കിത് ഏത് ലേബൽ വേണോ, അതായത് ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ കളറൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇതിപ്പോൾ കാണാൻ പറ്റില്ല, ഞാൻ ആ ഗ്ലോ ഇത്രയാക്കി വെച്ചേക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ചുമ്മാ ഇരിക്കുമ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ എല്ലാം ശരിയാവും. ഓക്കെ, ഇതാണ് സംഭവം. അത് അത്രേ ഉള്ളൂ കേട്ടോ. ഇനി അതിൽ നമുക്ക് ടെക്സ്റ്റിൽ തന്നെ ഇനിയിപ്പോൾ ഈ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് കൊടുത്താൽ മതി. അത് നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അത് തന്നെ എടുത്തിട്ട് ഇനി ഇത് എന്ന് പറയുന്ന ഇതിൻ്റെ അകത്ത് നമുക്ക് ഏത് സ്റ്റൈല് വേണം, നമ്മൾ എഴുതിയേക്കുന്നതൊക്കെ ഏത് സ്റ്റൈല് വേണം എന്നുള്ളതൊക്കെ നോക്കാനായിട്ട് പറ്റും. കണ്ടോ, ഈ സ്റ്റൈലിൽ ഇട്ടേക്കുന്നു. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ സൈസ് നോക്കുന്നതാണ്. ലെങ്ത് വേണോ, ഇതെന്താ അനങ്ങാത്തെ, ഇങ്ങനെയൊക്കെ സൈസ് നോക്കുന്നത് കേട്ടോ. ഇനിയും ഈ ടൂൾ എന്ന് പറഞ്ഞാൽ ആനിമേഷൻ ടൂളാണ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിൻ്റെ കാര്യമൊക്കെ അത്ര ഉള്ളൂ. ഇതിനി നമുക്ക് വീഡിയോ ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് നീട്ടി കൊടുക്കാം. മിക്സി പിടിച്ചാൽ മതി, അങ്ങ് എത്തിക്കോളും. എന്നിട്ട് കുറയ്ക്കാം. ഓക്കെ, ഇനി അത് അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ. ഓക്കെ, ക്ലിക്ക് ചെയ്തു, ടെക്സ്റ്റും കഴിഞ്ഞു. ഇനി എഫക്റ്റ്, ഇതിൽ നമ്മൾ എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വല്ല അനക്കോ എന്തെങ്കിലും ചാട്ടമോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കണ്ടോ, എഫക്റ്റ് ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. കണ്ടോ, ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ വീഡിയോ എഫക്റ്റ് പോകുന്നത്. നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ അതൊന്നും മാറ്റി കളയാവേ, കാരണം പുറകിൽ എന്നാ സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് അടിച്ചു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ AI എഫക്റ്റ് ഉണ്ട്. AI എഫക്റ്റിൻ്റെ അകത്ത് കണ്ടോ അങ്ങനെയൊക്കെ നിൽക്കും. പിന്നെ ഫിൽറ്റർ, അതൊക്കെ അറിയാമല്ലോ, ഫിൽറ്ററൊക്കെ എന്നാന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി PIP എന്ന് പറയുന്നതാണ്. അതായത് PIP എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ഇടയിലോട്ട് വല്ല വീഡിയോസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് PIP ഉപയോഗിക്കാം. ഇനി സ്റ്റിക്കർ പോലത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റിക്കർ യൂസ് ചെയ്താൽ മതി. ഇത് PIP എടുത്തു കഴിഞ്ഞ ഉടനെ നമുക്ക് ഒരു ഗാലറിയിലോട്ട് പോകും, നമ്മുടെ വീഡിയോസ് ഗാലറിയിലോട്ട് പോകും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പറയുന്നതൊക്കെ ഇങ്ങനെ വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിലോട്ട് തന്നെ അപ്ലോഡ് ചെയ്താൽ ഞാൻ ആ സൈഡിൽ ഇരുന്ന് വർത്താനം പറയുന്ന പോലൊരു വീഡിയോ കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ഇതിലൊരു വീഡിയോ എടുക്കാം. ഈ ഒരു വീഡിയോ എടുക്കാമേ. ഈ ഒരു വീഡിയോ നമുക്ക് ഈ സൈഡിൽ കൊണ്ടുവെക്കാം. ഇത് എഡിറ്റ് ചെയ്യാന്നുള്ളതൊക്കെ ഉണ്ട്. എഡിറ്റ് ചെയ്ത് കാണണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം കേട്ടോ. കണ്ടോ, അപ്പം ഇതിൻ്റെ സൈസൊക്കെ കൂട്ടി കൊടുക്കും. ഇവിടെ വേറൊരു പിക്കുണ്ട്. അപ്പം ഇത് കണ്ടോ, ഇങ്ങനെ വീഡിയോ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും. അതാണ് PIP എന്ന് പറയുന്നൊരു സംഭവം. കണ്ടോ, ഈ ഒറ്റ ഫ്രെയിമിൽ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തു, എളുപ്പമുള്ള കാര്യങ്ങളാണ്. പിന്നെ പ്രീ കട്ട് എന്ന് പറയുന്നത് അത് കട്ട് ചെയ്ത് കളയാനായിട്ടുള്ള ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. പിന്നെ സ്പ്ലിറ്റും ഞാൻ പറഞ്ഞു തന്നേരം. നമുക്ക് ആവശ്യമില്ലാത്ത പോർഷനൊക്കെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇത് കണ്ടു, ഇത് സ്പ്ലിറ്റ് ആയിട്ട് പോകും. ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് അടിച്ചാൽ ഇത് മൊത്തവും പോകും. കൊണ്ട് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഇപ്പോൾ ഈ ഒരു ഭാഗം എനിക്ക് വേണ്ട. അപ്പം ഞാൻ അവിടെയും കൂടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ 2 ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് അടിച്ചു. ഇപ്പോൾ ആ ഭാഗം ഇല്ല, ആ ഭാഗം പോയി. അങ്ങനെയാണേ. പിന്നെ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ ഇപ്പോൾ ഇട്ടേക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുക. ഇത് ഇവിടെ പല ഇത് കിടപ്പുണ്ട്. ഇനി അഥവാ നമുക്ക് കളർ മതിയെന്നുണ്ടെങ്കിൽ താഴെ കളർ ഇട്ടാലും വരും. ഓക്കെ, ഇത് കണ്ടോ. അപ്പം അങ്ങനെ അത്രയും കളർ വിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സ്പീഡ്, ഇനി നമ്മുടെ വീഡിയോയ്ക്ക് നല്ല സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ട് പോവുക. ഇത് കണ്ടോ, വീഡിയോ ഓടുന്ന കണ്ടോ, ഇത്രയും സ്പീഡിൽ പോകും. ഇനി സ്പീഡ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തോട്ട് പോവുക, 0.2 ഭാഗത്തോട്ട് പോവുക. അപ്പോൾ അതൊരു സ്ലോ മോഷനിൽ പോകുന്ന കണ്ടോ. ഇച്ചിരി കൂടെ കയറ്റി വെച്ചാൽ കുറച്ചുകൂടി സ്ലോ മോഷനിൽ അങ്ങനെ കണ്ടോ, ഇങ്ങനെ സ്ലോ മോഷനിൽ പോകും. കണ്ടോണേ വീഡിയോയെ.
കണ്ടോ, അങ്ങനെ സ്ലോ മോഷനിൽ പോകും. ഇനിയാണ് ആനിമേഷൻ ടൂള്. ആനിമേഷൻ ടൂളാണ് അറിയാത്തതില്ലാത്തത് ചിലർക്ക്. ഈ കറങ്ങാനും തിരിക്കാനും വേഗം കയറി വരാനും അങ്ങനെയുള്ളൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ അകത്തോട്ട് വേണോ പുറത്തോട്ട് വേണോ കോംബോ വേണോ ലൂപ്പ് വേണോ അങ്ങനെയൊക്കെ കുറേ കിടപ്പുണ്ട് ഓപ്ഷൻസ്. ഇതൊക്കെ ചുമ്മാ ഇരിക്കുമ്പോൾ ഒന്ന് നോക്കുക. ഓരോന്നോരോന്ന് പറഞ്ഞു തരാനുള്ള സമയം ഇപ്പം ഇല്ല. കണ്ടോ, ഞാൻ ഈ ഒരു എഫക്റ്റ് എടുത്തപ്പോൾ കണ്ടില്ലേ. ഇനി ലൂപ്പിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ എടുത്താൽ കണ്ടത് തലകുത്തി മറിയും. കണ്ടോ, ഇതാണ് സംഭവം. ആനിമേഷൻ്റെ അകത്താണ് ഈ പരിപാടി. ഇനി കോംബോ ആണെങ്കിൽ ഇത് കണ്ടോ, കണ്ടോ, ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇതിപ്പോൾ വീഡിയോയിൽ നോക്കൂ, കണ്ടോ, വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് പുറകുവശമൊക്കെ ശരിയാവുന്നുണ്ടോ. അതൊക്കെ ഈ ആനിമേഷൻ ടൂളാണ്. അപ്പം പിന്നെന്താണ് പറയാനുള്ളത്, ഇതിൻ്റെ അകത്ത് പിന്നെ ക്രോപ്പ് ചെയ്യേണ്ടതൊക്കെ അറിയാം. നമുക്ക് ആവശ്യമുള്ള ഭാഗമെല്ലാം എടുത്തിട്ട് ക്രോപ്പ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് കൂടുതലൊന്നും അറിയാനായിട്ടില്ല. ഇനി ഇതിൻ്റെ തന്നെ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ നമുക്ക് വേണ്ടത് അതെടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുക. അപ്പോൾ ആ പോർഷൻ തന്നെ ഇപ്പുറത്തോട്ടും വരും. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് വരും. ഇനി നമുക്ക് ഏത് ഭാഗമാണോ റിവേഴ്സ് വേണ്ടത് ആ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് റിവേഴ്സ് അടിക്കുക. റിവേഴ്സ് അടിച്ച് കഴിയുമ്പോഴത്തേന് അത് അങ്ങനെയും വരും കേട്ടോ. ഇപ്പോൾ ഞാൻ റിവേഴ്സ് അടിച്ചിട്ടുണ്ട്, ഇപ്പോൾ റിവേഴ്സും വരും. ഇനിയും വേറൊന്നുമില്ല പ്രത്യേകിച്ച്. ഇതൊക്കെയാണ് അപ്പോൾ ഇൻഷോട്ടിൽ കാര്യമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. എല്ലാവരും പേടിക്കുന്ന രീതിയിൽ ഇൻഷോട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത ആപ്പും കാര്യങ്ങളും ഒന്നുമല്ല. ഇനിയും വേറൊരു കാര്യം പറഞ്ഞാൽ, ഈ താഴെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ ഇൻഷോട്ടിൻ്റെ നമ്മുടെ ലേബൽ കിടക്കുന്നത് കാണുന്നുണ്ട്. ഇൻഷോട്ട് എന്ന് പറയുന്ന ലേബൽ കിടക്കുന്നുണ്ട്. അത് നമ്മൾ അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഇൻറ്റു മാർക്ക് ഉണ്ട്. ആ ഇൻറ്റു മാർക്ക് ഞെക്കി കഴിഞ്ഞാൽ ഫ്രീ റിമൂവ് എന്ന് പറഞ്ഞു വരും. അപ്പം നമ്മൾ ഫ്രീ റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരസ്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും, ചിലപ്പോൾ വരില്ലായിരിക്കും. പരസ്യം അപ്പൊ പരസ്യം കഴിഞ്ഞപ്പോൾ താഴെ നോക്ക്, ആ ട്രേഡ് മാർക്ക് പോയോ നോക്ക്, പോയി. അപ്പം നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പം ഇതുപോലെ എഡിറ്റ് ചെയ്തിട്ട് ആ ഇൻഷോട്ട് എന്നുള്ളതൊക്കെ കളഞ്ഞ് ഈ ക്യാൻവാസ് എല്ലാവരും മിക്കവരും ഫോണ് നേരെ പിടിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് ക്യാൻവാസ് ഒന്നും മാറ്റാതെ ഈ ഒരു രീതിയിൽ വീഡിയോസ് ഇടും. ആ ഒരു രീതിയല്ല യൂട്യൂബിൽ ഇടേണ്ടത്. നമ്മുടെ യൂട്യൂബിൻ്റെ റേഷ്യോയിൽ വേണം നമ്മൾ വീഡിയോ ഇടാനായിട്ട്. എന്നാലേ ഇത് ഇങ്ങനെ നല്ല രീതിയിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മ്യൂസിക് ഇടേണ്ട കാര്യം, മ്യൂസിക്കിൻ്റെ വോളിയം കുറയ്ക്കേണ്ട കാര്യം, ആനിമേഷൻ ടൂള്, ഇത്രയൊക്കെ അറിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ഇൻഷോട്ട് വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നല്ലൊരു യൂട്യൂബ് വീഡിയോസ് നമുക്ക് ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൊക്കെ ഒന്ന് അടയ്ക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു.